സങ്കീർത്തനങ്ങളുടെ പുസ്തകം 106 അധ്യായം 28 വാക്യം നമ്മൾ വായിക്കുന്നു. അവർ പെയോറിലെ ബാലിൻ്റെ അനുയായികളായി നിർജീവ ദേവന്മാർക്ക് അർപ്പിച്ച ബലിവസ്തുക്കൾ ഭക്ഷിച്ചു. അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് കർത്താവിൻ്റെ കോപം ജ്വലിപ്പിച്ചു. അവരുടെ ഇടയിൽ ഒരു മഹാമാരി പടർന്നു പിടിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാം പ്രമാണ ലംഘനം നടത്തിയ ദൈവജനത്തിൻ്റെ, ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അവർ ഒന്നാം പ്രമാണ ലംഘനം നടത്തി ദൈവത്തിനെതിരെ പിറുപിറുത്തു. ദൈവം ശക്തിയോടുകൂടെ അവരെ ക്രോധത്തോടുകൂടെ നോക്കി ദൈവം അവരെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടും പിന്മാറാതെ ദൈവജനം വീണ്ടും ഒരു പാപത്തിൽ നിന്ന് അടുത്ത പാപത്തിലേക്ക് എന്നതുപോലെ അടുത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അവർ പോവുകയാണ്. ആദ്യം അവർ കാളക്കുട്ടിയെയാണ് ആരാധിച്ചെങ്കിൽ ഇപ്പോൾ അന്യ മതക്കാരുടെ ദേവന്മാരെ തേടി അവർ പോവുകയാണ്. അന്യദേശങ്ങളിലെ ദേവന്മാരെ തേടി അവർ പോവുകയാണ്. അവർ പെയോറിലെ ബാലിൻ്റെ അനുയായികളായി എന്ന് പറയുന്നു. ദൈവമായ കർത്താവ് ഇത്രമേൽ കൃപാവരങ്ങൾ നൽകുകയും ഇത്രമേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അവർക്ക് വേണ്ടി നൽകുകയൊക്കെ ചെയ്തിട്ടും ദൈവത്തെ ആ ഒരു അത്ഭുതത്തിൽ കവിഞ്ഞുള്ള വിശ്വാസത്തിലേക്ക് പോകാൻ അവർ കൂട്ടാക്കിയില്ല. പക്ഷേ എങ്ങോ നിന്നോ വന്ന ഏതോ ഒരു ജനതയുടെ അവർ ആരാധിച്ചിരുന്ന ദൈവത്തിൻ്റെ അനുയായികളായി മാറാൻ പോലും അവർക്ക് യാതൊരു മടിയും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ അനുയായികളായി മാറുന്നതിൻ്റെ അല്ലെങ്കിൽ അന്യ വ്യക്തിത്വങ്ങളോട് ചേർന്ന് അത്തരത്തിലുള്ള ആരാധനകളിലേക്ക് പോകുന്നതിൻ്റെ വലിയൊരു അടയാളമായി പറയുന്നൊരു കാര്യമാണ് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ബലിവസ്തുക്കൾ ഭക്ഷിച്ചു. നിർജീവ ദേവന്മാർക്ക് അർപ്പിച്ച ബലിവസ്തുക്കൾ ഭക്ഷിച്ചു. നിർജീവമായ ദേവന്മാർക്ക് അർപ്പിച്ച ഭക്ഷണ വസ്തുക്കൾ അവർ സ്വീകരിച്ചു. അത് ദൈവസന്നിധിയിൽ വലിയ തിന്മയാണ്. പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരും ദൈവം തന്നെ അപ്പമായി നൽകുന്ന ഒരു സമൂഹമാണ്. ദൈവം തന്നെ കുർബാന അപ്പമായി നൽകുന്ന ഒരു സമൂഹം, ദൈവത്തെ ദേവാലയമാക്കുന്ന ശരീരമുള്ള, ദൈവത്തിൻ്റെ ദേവാലയമാകാൻ ഉതകും വിധമുള്ള ഒരു ശരീരമുള്ള ജനതയാണ് നമ്മൾ. എന്നാൽ ആ ശരീരത്തിലേക്ക് അശുദ്ധമായവ ഭക്ഷിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് വിഗ്രഹാർപ്പിതമായവ ഭക്ഷിച്ചുകൊണ്ട് നമ്മളെ തന്നെ അശുദ്ധരാക്കരുത് എന്ന് ഈ സങ്കീർത്തകൻ നമ്മളോട് പറഞ്ഞു തരികയാണ്. ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, വിഗ്രഹാർപ്പിത ഭക്ഷണം കുഴപ്പമില്ല, ആളുകൾക്ക് അവരെ വിഷമിപ്പിക്കാതിരുന്നാൽ മതി, നിങ്ങൾ വിശ്വസിക്കാതിരുന്ന നിങ്ങളുടെ വിശ്വാസം വെച്ചിട്ട് കഴിച്ചാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, എപ്പോഴും ഈ അന്യദേവ ആരാധനകളിലൂടെ അത് നിർജീവമായ വിഗ്രഹങ്ങൾ കർപ്പിക്കപ്പെടുന്നതാണെങ്കിലും വചനത്തിന് വിപരീതമായതുകൊണ്ട് അവ ഓപ്പൺ ടു സ്പിരിറ്റാണ്. അതായത് ദുഷ്ടാരൂപികളോട് ഓപ്പൺ ചെയ്ത് കിടക്കുന്നു. അവയിലേക്ക് ദുഷ്ടത, ആരെ വിഴുങ്ങണമെന്നോർത്ത് നിൽക്കുന്ന പൈശാചിക ശക്തികൾ ഇരച്ചു കയറുന്നു. വിഗ്രഹാർപ്പിത ഭക്ഷണത്തിൻ്റെ പ്രശ്നം അതാണ്. തിന്മയുടെ ശക്തികൾ അതിൽ ഇരച്ചു കയറിയിട്ടുണ്ടാകും, അതിൽ കണ്ടൻറ്റഡ് ആയിട്ടുണ്ടാകും, അതിൽ ഉൾക്കൊള്ളപ്പെട്ടിട്ടുണ്ടാകും. അതെടുത്ത് ഭക്ഷിക്കുമ്പോൾ ആ സ്പിരിറ്റിൻ്റെ പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. പ്രത്യേകിച്ച് വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെയുള്ളൊരു ഭക്ഷണം അറിയാതെയൊക്കെ കഴിച്ചുപോയി എന്നോർത്തല്ല, സ്ഥിരമായി മനഃപൂർവ്വം ഇതറിഞ്ഞിട്ടും ചെയ്യുന്ന രീതി തെറ്റാണ്. എൻ്റെ കൺവീനിയൻസിന് വേണ്ടി, എൻ്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിൽ യാതൊരു സംശയവും. എന്തായാലും ബുദ്ധിമുട്ട് ഉറപ്പാണ്. പക്ഷേ കർത്താവായ ദൈവം നമുക്കത് നമ്മളുടെ അറിവുകേടിനെ ദൈവം അനുഗ്രഹിക്കും, ദൈവം അത് മാറ്റിത്തരും. പക്ഷേ വീണ്ടും ദൈവത്തെ പരീക്ഷിക്കും വിധം നമ്മൾ ഈ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ്. വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കരുത്. വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിച്ച് ഒത്തിരി ആളുകൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് മാനസിക രോഗം ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഒത്തിരി മക്കൾ, പ്രത്യേകിച്ച്
ഇങ്ങനെ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിച്ചിട്ടാണെന്ന് പോലും അവർക്കറിയില്ല. അവർ പോയി പല സൈക്യാട്രിസ്റ്റുകളുടെയും ഡോക്ടേഴ്സിൻ്റെയും ഒക്കെ അടുത്ത് ചെന്നിട്ടും രോഗത്തിനുള്ള കാരണം മനസ്സിലാക്കാതെ, എന്താണ് ഇവരുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കാതെ ഓരോരുത്തരും കൈയൊഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് അവർ ഇങ്ങനെയുള്ള നമ്മളുടെ ധ്യാന കേന്ദ്രങ്ങൾ പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ അച്ഛന്മാരുടെ അടുത്തൊക്കെ അവർ വരുന്നത്. വന്നു കഴിഞ്ഞ് അവർക്ക് വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നു എന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാറുന്നു. അതൊരടയാളമാണ്, നമ്മളുടെ ഈ കാലഘട്ടത്തിനുള്ള അടയാളമാണ്. അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അത് മാറും. ഇനി എപ്പോഴും അത് മാറണമെന്നുമില്ല, ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് വൈദികർ പ്രാർത്ഥിക്കുമ്പോൾ അത് മാറുന്നത്. വീണ്ടും ഇത് മനസ്സിലാക്കിയിട്ടും അതിലേക്ക് തന്നെ മനസ്സടഞ്ഞു പോയ ജനതയെപ്പോലെ, മനസ്സ് കെട്ടുപോയ ജനതയെപ്പോലെ നിൻ്റെ സൗകര്യത്തിന് വേണ്ടി, നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നീ അത് വീണ്ടും അതിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ ആ കാരുണ്യം പോലും ലഭിക്കാത്ത അനുഭവത്തിലേക്ക് നമ്മൾ വീണു പോകാൻ സാധ്യതയുണ്ട്. ആകയാൽ വിഗ്രഹാർപ്പിത ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കണം. വിഗ്രഹങ്ങൾക്ക് സമർപ്പിച്ച ഭക്ഷണം ചിലപ്പോൾ നിൻ്റെ ജോലി സ്ഥലത്ത് കൊണ്ടുവരുമായിരിക്കും. അവർ സ്നേഹത്തോടു കൂടെ തരും, അവർക്കറിയില്ല. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന സ്പിരിച്വൽ പ്രശ്നം എന്താണെന്ന് അവർക്കറിയില്ല. ശരിക്കും കൃപയിൽ നിൽക്കുന്ന വ്യക്തിയൊക്കെ ആണെങ്കിൽ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാകും, കൃപയിലുള്ള വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഛർദ്ദിക്കും. കൃപയിലല്ലാതെ വരുമ്പോഴാണ്, പ്രത്യേകിച്ച് പാവകരമായ സാഹചര്യങ്ങളിലേക്കൊക്കെ ജീവിക്കുന്നത് കൊണ്ടാണ് പലർക്കും അതൊന്നും മനസ്സിലാകാതെ ഇരിക്കുന്നത് പോലും. ഉള്ള ബന്ധനത്തിനൊരു പൂട്ടിടുന്നു, ചങ്ങലയ്ക്കിട്ടൊരു പൂട്ട് പോലെയായി അത് മാറുന്നു എന്നേ ഉള്ളൂ. അവിടെ ഓൾറെഡി അവിടെ ബന്ധനമുള്ളത് കൊണ്ട് അതിന് യാതൊരു അടയാളവും കിട്ടാതെ അതങ്ങനെ നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃപയിലുള്ള വ്യക്തിയാണെങ്കിൽ അയാൾക്ക് അപ്പം തന്നെ അടയാളങ്ങൾ കിട്ടും. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ഇതൊന്നും കഴിക്കാനോ അവരുടെ അടുത്തേക്ക് ഇത്തരത്തിലുള്ള വസ്തുക്കൾ എത്തുക പോലും ഇല്ല. എത്തിയാലും അവർക്ക് വേണ്ട എന്ന് പറയാൻ തോന്നുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് എനിക്ക് പറയാൻ തോന്നുന്നില്ല? പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയെ ചൂണ്ടിയിട്ട് പ്രാർത്ഥിക്കാത്ത വ്യക്തി പറയും അവൾക്ക് അല്ലെങ്കിൽ അവന് എന്താണ് ഇതിനെ വട്ടാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ലല്ലോ, അവർക്ക് മാത്രം എന്താ കുഴപ്പമെന്ന്. കാരണം ഇതാണ്, മദ്യപിച്ച് സകലതും പോയി കഴിയുമ്പോൾ മദ്യം കൊണ്ട് കിക്കാകാത്ത അവസ്ഥ വരുന്നില്ലേ എന്ന് പറയുന്നത് പോലെയാണ് ഇത്. ആ കൃപയിലല്ലാത്ത അവസ്ഥയിലായതുകൊണ്ടാണ് ഇവർക്ക് യാതൊന്നും തോന്നുന്നത്. കൃപയിലുള്ള പരിശുദ്ധാത്മ നിറവിലുള്ള വ്യക്തിയാണെങ്കിൽ ഇറങ്ങിപ്പോകുന്ന പരിശുദ്ധാത്മാവിനെ അറിയാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ആ കൃപ നിറവിലേക്ക് ആയിരിക്കുമ്പോഴാണ് നമുക്കിതിനെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ അനുദിന ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുവാൻ നമ്മൾ തീരുമാനമെടുക്കും. ജോലിസ്ഥലത്ത് നിന്ന് ലഭിക്കുമ്പോൾ കൂട്ടുകാരനെ വിഷമിപ്പിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിക്കരുത്. അതുപോലെ തന്നെ അയൽ വീട്ടുകാർ കൊണ്ടുവന്ന് തരുമ്പോൾ അവരെ വിഷമിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് കഴിക്കരുത്. കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും. ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ വിശ്വസിക്കാതെ അത് വെറും ഭക്ഷണമായിട്ടാണ് സ്വീകരിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ പിശാചിനെ പറ്റിക്കാനൊന്നും നമുക്ക് സാധ്യമല്ല. ശക്തനോട് മത്സരിക്കരുതെന്നാണ് പറയുന്നത്, ദൈവത്തോട് മത്സരിക്കരുത്. അതുപോലെ തന്നെ നമ്മളെക്കാൾ ശക്തനാണ് പിശാച്, അവനോടും നമ്മൾ മത്സരിക്കരുത്. അവനെ കീഴ്പ്പെടുത്താൻ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിലേ നമുക്ക് സാധിക്കൂ. ദൈവത്തെ പരീക്ഷിക്കുന്ന, വീണ്ടും പാപം ചെയ്ത് ദൈവത്തിൻ്റെ കാരുണ്യം പോലും നിസ്സാരമായി കണക്കാക്കുന്ന ലാഘവ ബുദ്ധിയുടെ ആ സ്പിരിറ്റിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ലാഘവ ബുദ്ധിയുടെ സ്പിരിച്വാലിറ്റിയായി നമ്മളുടെ ആത്മീയത മാറുമ്പോൾ നമുക്ക് ഒരിക്കലും ദൈവികമായ കാരുണ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ദൈവത്തിൻ്റെ ഈശോയുടെ തിരുരക്തം തൂവിക്കളയരുത്. വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞതാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യക്കുണ്ടായ വലിയ ദർശനമാണ്. ഈശോയുടെ കുരിശ് കാണുന്നു, ഈശോയുടെ കുരിശിൽ നിന്ന് തിരുരക്തം ഒഴുകുന്നതായി അവൾ കാണുന്നു. അവൾ കണ്ടപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. തിരുരക്തത്തുള്ളികൾ താഴെ വീണു പോവുകയാണ്. താഴെ വീണുപോയ ഈ തിരുരക്തത്തുള്ളികളെ കണ്ടപ്പോൾ അവൾക്ക് സഹിച്ചില്ല. പാപികളുടെ പേരെഴുതിയ ഓരോ തുള്ളിയും എങ്ങനെ താഴെ വീണു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ താഴെ വീണു പോകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓടിച്ചെന്ന് ഈശോയുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ നിന്ന് വീഴുന്ന തിരുരക്തം അവൾ സ്വീകരിക്കുകയാണ്. അതാണ് വിശുദ്ധരുടെ മനസ്സെന്ന് പറയുന്നത്. തിരുരക്തത്തുള്ളികൾ താഴത്ത് പോകുവാൻ അനുവദിക്കാത്തവൻ്റെ മനസ്സുള്ളവനാണ് വിശുദ്ധൻ. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപാവരങ്ങൾ അനാവശ്യമായി
ചിതറിക്കാത്തവനാണ്, അഭിഷേകങ്ങൾ ചിതറിച്ച് കളയാത്തവരാണ് യഥാർത്ഥത്തിൽ നല്ലവരായിട്ടുള്ള വിശുദ്ധരായിട്ടുള്ള വ്യക്തികൾ. നമ്മൾ ആ വിശുദ്ധിയിലേക്ക് വളരാനായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ആകയാൽ നമ്മൾ ഇത്തരത്തിലുള്ള വിഗ്രഹാർപ്പിത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ ഇത് കുഴപ്പമില്ല, ഇത് കുർബാന സ്വീകരിക്കുമ്പോൾ ശരിയാകും എന്നൊക്കെ പറയുമ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം അവിടുത്തെ തിരുരക്തത്തുള്ളികളാണ് നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിക്കുന്നത്. അന്യദേവ ആരാധനയുടെ പിന്നാലെ പോകുന്നത് അഡൾട്ടറി പോലെയാണ്. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ച് പോകുന്നത് പോലെ തന്നെയാണ് ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്ന ആത്മാവ്. ദൈവവും മനുഷ്യാത്മാവും മണവാളനും മണവാട്ടിയുമായിട്ടാണ് ബൈബിൾ ചിത്രീകരിച്ചിരിക്കുന്നത്. വിശുദ്ധന്മാരുടെ അനുഭവവും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഒന്നാം പ്രമാണ ലംഘനം നടത്തി അതിന് തത്തുല്യമായ പാപങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ വിഗ്രഹാർപ്പിതമായ കാര്യങ്ങൾ ലാഘവബുദ്ധിയോടുകൂടെ സ്വീകരിക്കുന്നത് അടുത്ത ഒന്നാം പ്രമാണ ലംഘനമാണ്. വളരെ ഡേഞ്ചറസ് ആണ്. നമ്മളുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ, അച്ഛൻ വ്യക്തിപരമായിട്ട് അറിയാവുന്നത് കൊണ്ട് ആണ് പറയുന്നത്, പലപ്പോഴും അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് ശരീരത്തിൽ പ്രശ്നം ഉണ്ടായി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും വീണ്ടും ഛർദ്ദിക്കുന്നതായിട്ട്, അതൊന്നും ദഹിക്കാതെ കിടക്കുന്ന അവിടെ ഒരു രോഗാതുരമായ അവസ്ഥയിൽ ഒരു ക്യാൻസർ പോലെ അവരുടെ ശരീരത്തിൽ അവശേഷിപ്പിച്ച് വർഷങ്ങളോളം കിടന്നു. അതാണ് പിന്നീട് ഏറെ പ്രാർത്ഥനകൾ, കഠിനമായ പ്രാർത്ഥന, ചിലർക്കൊക്കെ വേണ്ടി 2-3 വർഷമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകും. അപ്പോൾ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ അങ്ങനെ നമുക്ക് എല്ലാം സൗജന്യമാണ്, ആത്യന്തികമായി എല്ലാം സൗജന്യമാണ്. പക്ഷെ അവിടുത്തെ കൃപയെയും കാരുണ്യത്തെയും നമ്മൾ പരീക്ഷിക്കരുത്. അത് തെറ്റാണ്. അപ്പോൾ അത് നമ്മളൊരിക്കലും സ്വീകരിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ യുവാക്കന്മാർ യാതൊരു കൺട്രോളും ഇല്ലാതെ ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. അന്യദേവാരാധന സ്ഥലങ്ങളിൽ പോകണമെന്ന് പോലും ഇല്ല. റെസ്റ്റോറൻറ്റുകളിൽ പോലും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ വിളമ്പുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരെ കുറ്റം പറയുകയും ചെയ്യും, പിന്നെ അവിടെ പോയി അത് കഴിക്കുകയും ചെയ്യും എന്ന് പറയുന്ന രീതിയാണിപ്പോൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാടില്ല, അത് തെറ്റാണ്. അത് അവിടെ അങ്ങനെയുള്ളത് വിളമ്പുന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിക്കുന്നത് തെറ്റാണ്. അത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക തന്നെ ചെയ്യണം. ശരിക്കും നമ്മളുടെ വീട്ടിലിരുന്ന് നമ്മളുടെ അപ്പൻ അധ്വാനിച്ചു കൊണ്ടുവന്നത്, അമ്മ പ്രാർത്ഥനയോടുകൂടെ ഉണ്ടാക്കി തരുന്നത് നമ്മൾ ഭക്ഷിച്ചു വളർന്നാൽ ശരീരം ശുദ്ധമായ ശരീരമായിരിക്കും, ആയുസ്സുള്ള ശരീരമായിരിക്കും, രോഗമില്ലാത്ത ശരീരമായി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള ശരീരങ്ങൾക്ക് ചുറ്റുമേ സഖറിയ 2:5 പറയുന്നത് പോലെ അവിടുന്ന് എൻ്റെ ജീവന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, അവിടുന്ന് എൻ്റെ മധ്യത്തിൽ എൻ്റെ മഹത്വമായിരിക്കും എന്ന് പറയുന്ന ആ ഒരു അനുഭവം, ഉള്ളിലും പുറത്തും പരിശുദ്ധാത്മാവ് നിറയുന്ന അതിശക്തമായ അഭിഷേകത്തിൻ്റെ അനുഭവത്തിലേക്ക് ഉയരാൻ അങ്ങനെയുള്ള വ്യക്തികൾക്ക് സാധിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ എന്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാലും എന്ത് സ്വീകരിച്ചാലും യേശുനാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മളുടെ മാമോദീസയുടെ കൃപ ഉപയോഗിച്ച് ഒരു കുരിശ് വരയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്വീകരിച്ച കൂദാശകളുടെ കൃപ ഉപയോഗിച്ച് ഒരു കുരിശ് വരച്ച് പ്രാർത്ഥിച്ച്, ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഈശോ തന്നെ പഠിപ്പിച്ചു തന്ന ആ വചനങ്ങൾ ആ ഭക്ഷണ പദാർത്ഥങ്ങളിന്മേൽ ഉച്ചരിച്ച് എന്നിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. അത് നമ്മൾ ശീലിക്കണം. ഒരു തലമുറ, പഴയ തലമുറകൾ ചെയ്തിരുന്ന കാര്യങ്ങളാണിതൊക്കെ. ഇന്നത്തെ തലമുറ എത്തിയപ്പോൾ അതെല്ലാം മാറിപ്പോയിരിക്കുന്നു. അതും പൈശാചികമായ ബന്ധനത്തിൻ്റെ അടയാളമാണ്. പൈശാചികത എന്തുമാത്രം നമ്മളിലേക്ക് കടന്നു കയറിയിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് അത്തരം പ്രാർത്ഥനകൾ പോലും ഇല്ലാതെയായിരിക്കുന്നത്. നമ്മൾ അത്തരത്തിലുള്ള ശീലങ്ങൾ തിരിച്ചു പിടിക്കണമെന്ന് മാത്രമല്ല, നമ്മളുടെ കുഞ്ഞുമക്കളെയും അത് പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചേ എന്തും കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ശീലത്തിലേക്ക് വളർത്താനും നമുക്ക് ബാധ്യതയുണ്ട്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വിശുദ്ധമായ ഭക്ഷണം കഴിച്ച് വിശുദ്ധരായി തീരുവാനുള്ള അഭിഷേകം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ.